പൊന്നു ഒന്ന് എനിക്കട എന്റട വാവേ എത്ര ദിവസമായി മുന്നു പോണ വാവേ അച്ഛനില്ലട ഇന്നേക്കടാ എനിക്ക് വയ്യ ഒന്ന് എനിക്ക് പറ്റണില്ലടാ എന്നൊരു നാളെ നീ കരുതിട്ട് ഒന്ന് എന്റട കണ്ട വീട്ടിൽ പോണ്ടട ഒരു 1.5 മാസമായില്ലേ പൊന്നു അമ്മാനെ വിളിച്ചിട്ട് ഒന്ന് നോക്കിട്ട് പൊന്നു പോണേ ഒന്ന് എനിക്കിട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് കാര്യങ്ങൾ ചെയ്യണേ എല്ലാവരും എന്തെങ്കിലും പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യണേ. എനിക്ക് വേറെ അറിയാനൊന്നും ആരുമില്ല. എന്റെ മോനെ എല്ലാവരും സഹായിക്കണം. ഇറക്കി നിങ്ങളുടെ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളോട് അപേക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. ലജ്ജിച്ചുകൊണ്ട്, സഹതപിച്ചുകൊണ്ട്, ആത്മരോഷത്തോടു കൂടി, വേദനയോട് കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലുള്ളത്. 23 വയസ്സ് മാത്രം പ്രായമുള്ള സുജിത് കുമാർ എന്ന് പറയപ്പെടുന്ന ചെറുപ്പക്കാരൻ തൃശൂർ ജില്ലയിലെ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ 21-ാം വാർഡിൽ താമസിക്കുന്ന തോപ്പിൽ പറമ്പിൽ സുനിൽ കുമാറിന്റെയും രേണുക ചേച്ചിയുടെയും 2ാമത്തെ മകനാണ് പ്രിയപ്പെട്ടവർ. ഏപ്രിൽ 19 കഴിഞ്ഞ മാസം 19-ാം തീയതി രാത്രി 10 മണിക്ക് നടന്ന ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി തലക്ക് പരിക്ക് പറ്റി ചെവിയിൽ നിന്നും വായിൽ നിന്നും രക്തം ഛർദ്ദിച്ചുകൊണ്ട് ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നാണ് ഇന്ന് മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. ടെക്കോസ്മി ഇട്ടിട്ടുണ്ട്, ഭക്ഷണം കൊടുക്കാനുള്ള ട്യൂബ് ഉണ്ട്, മലമൂത്ര വിസർജനം ബെഡിലാണ് നടത്തുന്നത്. അതേപോലെ തന്നെ കാലിന് പ്രയാസങ്ങളുണ്ട്, കത്രീഡിൽ ഇട്ടിട്ടുണ്ട്. ഇതുവരെ ഒന്ന് സംസാരിക്കാൻ ഞാനിവിടെ വന്നപ്പോ ഈ പ്രിയപ്പെട്ട അമ്മ വിളിച്ച വിളി നിങ്ങൾ കേട്ടില്ലേ? കണ്ണ ഒന്ന് കണ്ണ് തുറക്ക്, 1.5 മാസമായില്ലേ നീ എന്നെ ഒന്ന് നോക്കി. അസ്സലാമു അലൈക്കും. നാളെ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കൂടി അറിയില്ല. ഇതിലേക്ക് ഇറങ്ങാണ് ഞങ്ങൾ. പുറത്തുനിന്ന് വേറെ സപ്പോർട്ടില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ പിള്ളേരുകളാണ് ഇറങ്ങണത്. നമുക്ക് ആകെ ഉള്ളത് ഷമീർക്ക് മാത്രമാണ്. എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കും ഞാൻ പ്രതീക്ഷിച്ചാണ് ഈ ഒരു ഇതിലേക്ക് ഞങ്ങൾ വന്നത്. സഹായിക്കണം. രാജു കണ്ണൂർക്കടാ വീട്ടിലുണ്ടാ എനിക്ക് ആരടാ കേക്കിട്ട് പോവല്ലടാ രാജുവാ. ഒക്കെ വെളുത്ത നിറത്തിലുള്ള ഒരാളായിരുന്നു പ്രിയപ്പെട്ട സുജിത്ത് എന്ന് പറയുന്നത്. ഇന്ന് മെഡിസിൻ കഴിച്ചതിന്റെ ഭാഗമായി ശരീരം മൊത്തം കറുത്തു വരുന്നു. അതിനേക്കാൾ സങ്കടം ഓരോ ദിവസവും ഇതിന്റെ തൊലി ഇളകി വരികയാണ്. തൊലി ഇങ്ങനെ ആക്കുന്ന സമയത്ത് തൊലി പുറത്തേക്ക് വരുന്ന ഒരു വല്ലാത്തൊരവസ്ഥ. അതിലേറെ സങ്കടം എന്ന് പറയുന്നത് ഇത് കണ്ടോ നിങ്ങൾ കാണിച്ചു കൊടുത്തേ, അത് ഇടുവോ? അതിലേറെ സങ്കടം തലയുടെ ബാക്കിൽ സർജറി നടത്തിയിട്ടുണ്ട്. ആക്സിഡന്റ് പറ്റിയ സമയത്ത് തലയോട്ടിയുടെ ബാക്ക് ഭാഗത്തുള്ള ജോയിന്റിന് ചതിവ് സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ മുഖത്ത് ഈ മുഖം ഇങ്ങനെ ആവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലുകളൊക്കെ ഡിസോർഡർ ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലുകൾ ഡിസോർഡർ ആയതുകൊണ്ടാണ് ഈ സുജിത്തിന്റെ നാവ് പുറത്തോട്ട് നിൽക്കുന്നത്. ഈ നാവ് പുറത്തോട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഭാഗത്തുള്ള മസിലുകളും ഈ ഭാഗത്തുള്ള എല്ലുകളും ഡിസോർഡർ ആയതുകൊണ്ട് അത് ക്ലിയർ ചെയ്യണമെങ്കിൽ അടിയന്തരമായി സർജറി നടത്തണം. കേരളത്തിലെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ തൃശൂർ ജില്ലയിലെ സാംസ്കാരിക തലസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന തൃശൂർ ജില്ലയിലെ ഈ പഞ്ചായത്തിൽ ഈ നാട്ടിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും തോപ്പിൽ പറമ്പിൽ സുനിൽ കുമാറിന്റെ മകൻ സുജിത് കുമാർ കഴിഞ്ഞ 1.5 മാസമായി ഗുരുതരമായ ഒരു ആക്സിഡന്റ് പറ്റി വളരെ അത്യാസന്ന നിലയിൽ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലാണ്. ഇനിയും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് 3 സർജറി കൂടി വേണമെന്നതാണ്.
സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. നല്ലവരായി നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ സഹൃദയമായ സഹായവും അതുപോലെ സഹകരണം കൊണ്ട് മാത്രമേ ഈ ചെറുപ്പക്കാരനെ നമുക്ക് രക്ഷിക്കാൻ കഴിയുള്ളൂ. ഒരു മാർഗവും ഞങ്ങൾ കാണാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അഭ്യർത്ഥനയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത്. നിങ്ങൾ നിരസിക്കില്ല എന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ ബെന്നി ബെഹനാനും. അവൻ ഒരുപാട് ജീവിക്കാൻ ബാക്കിയുണ്ട്. ഒരാൾക്ക് പോലും അവനെക്കുറിച്ചൊരു പരാതിയില്ല, ഒരു പരിഭവമില്ല. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന നല്ല ഒരു ചെറുപ്പക്കാരനാണ് പ്രിയപ്പെട്ടവരെ. ഒരുപാട് സ്വപ്നങ്ങളുള്ളവനാണ് ഇന്ന് മെഡിസിറ്റിയിൽ ഗുരുതരാവസ്ഥയിൽ നിൽക്കുന്നത്. ഈ പ്രിയപ്പെട്ട ജനങ്ങൾ, ഈ നാട്ടിലെ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ വെള്ളങ്ങല്ലൂർ പഞ്ചായത്തിലെ കൽപ്പറമ്പിലെ ഈ പ്രിയപ്പെട്ട ജനങ്ങൾ രാഷ്ട്രീയം മറന്ന്, ജാതി മറന്ന്, എല്ലാം മറന്നുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറാണ്, ജാസ്മി ജോയി. നമ്മുടെ സുജിത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് എല്ലാവരും കൂടെ നിൽക്കണം. ഇപ്പം ഒരു വല്ലാത്ത അവസ്ഥയിലാണ്, സാമ്പത്തികമായിട്ട് ഭയങ്കര പുറകിലാണ്. അപ്പം നമ്മൾ എല്ലാവരും ഒപ്പം നിന്നാൽ മാത്രമേ നമുക്ക് സുജിത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അസ്സലാമു അലൈക്കും. അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ നിസ്കരിക്കാൻ നിന്ന അപ്പം അവൻ്റെ ഓർമ്മയാണ് എൻ്റെ മുന്നിൽ ആദ്യം വരിക. അത് അവനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നിസ്കരിക്കാൻ അപ്പം അവൻ്റെ ഓർമ്മ എൻ്റെ മുന്നിൽ വരും. എനിക്ക് പറയാൻ ഒന്നും കിട്ടുന്നില്ല, എന്താ പറയാന്ന് പോലും. അത്രയ്ക്കും നല്ലൊരു പയ്യനായിരുന്നു. അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. സുജിത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മളെല്ലാവരും കൂട്ടുനിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇത് കാണുന്നവരും ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും ഷെയർ ചെയ്ത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരണത്തിലേക്ക് പോയൊരവസ്ഥയായിരുന്നു. ഞങ്ങൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചെന്ന് കണ്ടപ്പോൾ അവൻ്റെ അച്ഛനോടും അമ്മോടും ചേട്ടനോട് പുറത്തേക്ക് ഇറങ്ങി നിന്നു. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞൊരു സിറ്റുവേഷൻ ആയിരുന്നു. അവിടെ നിന്ന് ഇത്രയും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. നമ്മൾ സുജിത്തിന് വേണ്ടിയുള്ള ജനകീയ കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഇതിപ്പോൾ എന്തൊരു